ഫുലൈൽ ഇബ്നുൽ അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ വഖറ സാഹിബ ബിദ്അ, ആരെങ്കിലും ബിദ്അത്തിന്റെ ആളെ ബഹുമാനിച്ചാൽ, ഒരു ബിദ്അയെ ബഹുമാനിച്ചാൽ, ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ചവനാണ് എന്ന്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ ജാലസ സാഹിബ ബിദ്അ, ആരെങ്കിലും ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ കൂടെ ഇരുന്നാൽ, ലം യസ്ലം മിൻ ഇഹ്ദാ സലാത്ത്, മൂന്നാൽ ഒരു കാര്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുകയില്ല. ബിദ്അയുടെ കൂടെ ഇരുന്നാൽ, സഹവസിച്ചാൽ, മൂന്നാൽ ഒരു കാര്യം അവന് ബാധിക്കുന്നതാണ് എന്ന്. ഒന്നുകിൽ അവൻ മറ്റുള്ളവർക്ക് ഫിത്നയായി മാറും. കാരണം ഓനെ കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യും? ആ ബിദ്അയുടെ കൂടെ കൂടാൻ കാരണമായി തീരും. അവൻ മറ്റുള്ളവർക്കുള്ള ഫിത്നയായി മാറും. രണ്ടാമത്തേത്, ആ ബിദ്അയുടെ കൂടെ കൂടി അവന്റെ ജീവിതത്തിൽ ബിദ്അത്ത് ബാധിക്കുകയും അങ്ങനെ അവൻ ബിദ്അത്ത് ചെയ്യുന്നവനായി മാറുകയും അക്കാരണത്താൽ അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന്. ബിദ്അത്ത് നരകത്തിലേക്കാണ്. ബിദ്അത്ത് ചെയ്ത് നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അവൻ ഇങ്ങനെ പറയും, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവർ പറയുന്ന ബിദ്അത്തുകളൊന്നും ഞാൻ കാര്യമാക്കാറില്ല, എന്റെ വിഷയത്തിൽ ഞാൻ ഉറപ്പുള്ള ആളാണ്, അവരുടെ ബിദ്അത്തൊന്നും എനിക്ക് ബാധിക്കുകയില്ല എന്ന്. ആരെങ്കിലും തനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ബാധിക്കുകയില്ല എന്ന വിഷയത്തിൽ നിർഭയനായാൽ അവനിൽ നിന്നും അള്ളാഹു അവന്റെ ദീനിനെ എടുത്തു കളയുന്നതാണ് എന്ന്. ഞാൻ നിർഭയനാണ്, എനിക്ക് അള്ളാഹുവിന്റെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ എന്റെ ദീനിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് ബിദ്അകളുടെ കൂടെ കൂടിയെന്നും കൊണ്ട് ഞാൻ എന്താവില്ല, ബിദ്അയിന്നാവും ചെയ്യില്ല. ലാ ഉബാലി മാ തകല്ലമു, അവർ സംസാരിക്കുന്നത് ഞാൻ കാര്യമാക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തിൽ നിർഭയത്വം കൊള്ളുന്നവൻ അവന്റെ ദീൻ അള്ളാഹു എടുത്ത് കളയുമെന്ന്. ഈ മൂന്നാലൊന്നിൽ അവൻ രക്ഷപ്പെടൂല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ ശിർക്കല്ലാത്ത മറ്റ് പാപങ്ങളെല്ലാം ചെയ്ത് കണ്ടുമുട്ടലാണ് ബിദ്അയായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ഉത്തമം എന്ന്. ഒരാൾ എല്ലാ പാപകർമ്മങ്ങളും, ശിർക്കല്ലാത്ത മറ്റ് സകല പാപകർമ്മങ്ങളും ചെയ്ത് അള്ളാഹിനെ കണ്ടുമുട്ടലാണ് ബിദ്അയായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ഉത്തമം എന്ന്. അത്ര ഗൗരവമുണ്ട് ബിദ്അത്ത് എന്ന്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നീ ലാ തുഷാവിർ സാഹിബ ബിദ്അ, ബിദ്അത്തിന്റെ അഹ്ലുകാരോട് നീ ശൂറ കൂടരുത്, അഭിപ്രായം ചോദിക്കരുത്. നീ നിന്റെ യാത്രയിൽ അവനെ യാത്രയിൽ കൂട്ടുകാരനായി കൂട്ടുകയും ചെയ്യരുത്. ഇത്ര ഗൗരവത്തിലാണ് പണ്ഡിതന്മാർ. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത്ര ഗൗരവത്തിൽ